ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ സ്റ്റെയർ കേസിൻ്റെ അടിയിലെ ബാത്റൂമാണ്. അതായത് ഒരു ഓപ്പൺ ബാത്റൂമാണ്. അതിൻ്റെ അകത്ത് വാട്ടർ ലൈൻ ഏതൊക്കെ രീതിയിൽ ചെയ്യാം, ഏതൊക്കെ ലൈനുകൾ വരുന്നുണ്ട്, അതേപോലെ വാഷ് ബേസിൻ അതിൻ്റെ ലൈന്, പിന്നെ ഷവറ്, ഹെൽത്ത് വാഷ്, അതുപോലെ തന്നെ ഫ്ലഷ് ടാങ്കിൻ്റെ ലൈന്, അതുപോലെ വാട്ടർ ഹീറ്റർ വരുന്നതുണ്ടെങ്കിൽ ആ ലൈന്, അതൊക്കെയാണ് നമ്മൾ ഓൾറെഡി ഇവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ആയിട്ടാണ് ഹെൽത്ത് വാഷും അതേപോലെ ഫ്ലഷ് ടാങ്കും വരുന്നത്. കറക്റ്റ് നമ്മൾ സെൻറ്റർ കണക്കാക്കി നമ്മൾ ക്ലോസറ്റിനുള്ളത് വിട്ടിട്ട് ഒരു രണ്ടര ഫീറ്റ് ഹൈറ്റിലാണ് നമ്മൾ വെച്ചേക്കുന്നത്. നമ്മൾ ഇതിൻ്റെ അകത്ത് ബ്രാസ് റെഡ്യൂസർ സെറ്റ് ചെയ്യാൻ വേണ്ടി കുറ്റി വെച്ചേക്കുന്നത്, അതായത് വരച്ചതിൻ്റെ മേളിൽ കൂടെ കാണുന്നത് വെച്ചേക്കുന്നത് നമ്മളൊരു 5 ഇഞ്ചിൻ്റെയാണ്. അതേപോലെ ഷവറിൻ്റെയും ലൈൻ നമ്മൾ വരച്ചിട്ടുണ്ട്. ഈ മൂലയ്ക്കായിട്ടാണ് ഒരു കോർണർ വാഷ് ബേസിൻ വരുന്നത്, അതിന് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇത്രയും ലൈനുകളെ വരുന്നുള്ളൂ. ഇനി നമുക്കിത് കട്ട് ചെയ്യണം. അപ്പം നമ്മളിത് 5 ഇഞ്ചിൻ്റെ ബ്ലേഡ് വെച്ചാണ് കട്ട് ചെയ്യുന്നത്. അങ്ങനെ കട്ടിങ് തുടങ്ങി. 5 ഇഞ്ചിൻ്റെ ബ്ലേഡ് വെച്ചാണ് നമ്മളിപ്പം കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എങ്കിൽ മാത്രമേ കറക്റ്റ് നമുക്ക് 20 mm ഉള്ളു കിട്ടത്തുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ 5 ഇഞ്ചിൻ്റെ ബ്ലേഡ് വെച്ച് കട്ട് ചെയ്യുന്നത്. ഇത്രയും ലൈനുകളാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്, കാരണം വേറെ ലൈനുകളൊന്നും വരുന്നില്ല. ഓപ്പൺ ബാത്റൂം ആയതുകൊണ്ട് ചെറിയൊരു ബാത്റൂമും കൂടെയാണ്. നമ്മൾ ഇത്രയും ഇവിടെ കട്ടിങ് ചെയ്യുന്നത് ഈ ജനറേറ്റർ കൊണ്ടാണ്. ഈ ജനറേറ്ററിൻ്റെ പവറിലാണ് നമ്മൾ ഇത്രയും കട്ടിങ്ങും ഹാമറിങ്ങും എല്ലാം നടത്തുന്നത്. അതുകൊണ്ട് പെട്രോളിന് നല്ല ചിലവ് വരുന്നുണ്ട്. അങ്ങനെ നമ്മുടെ കട്ടിങ് കഴിഞ്ഞു. നമ്മൾ മാർക്ക് ചെയ്ത രീതിയിൽ എല്ലാ കട്ടിങ്ങും നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഹെൽത്ത് വാഷും അതേപോലെ ഫ്ലഷ് ടാങ്കും, പിന്നെ സോളാറിൻ്റെയും ചൂടുവെള്ളത്തിൻ്റെയും അതേപോലെ ടാപ്പിൻ്റെയും, പിന്നെ ഒരു കോർണർ വാഷ് ബേസിൻ്റെയും, പിന്നെ അതേപോലെ ഷവർ, ഇത്രയും ലൈനുകളുടെ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കത് ഹാമർ കൊണ്ട് തട്ടിക്കളയണം. കാരണം സിമെൻറ്റ് കട്ടയായതുകൊണ്ട് ഹാമർ തന്നെ ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ ഹാമർ കൊണ്ട് കുത്തിക്കളയാണ്. കറക്റ്റ് ഉള്ളു കണ്ട 5 ഇഞ്ചിൻ്റെ ബ്ലേഡ് കൊണ്ട് കട്ട് ചെയ്തപ്പം കറക്റ്റ് നമുക്ക് 20 mm, അതായത് 3/4 ഇഞ്ച് പൈപ്പ് ഇരിക്കാനുള്ള കറക്റ്റ് അളവ് നമുക്ക് കിട്ടും. 4 ഇഞ്ചാണെങ്കിൽ പറ്റത്തില്ല, പിന്നെ നമ്മൾ ഉള്ളു കുത്തിക്കളയേണ്ടി വരും. ഇത് 5 ഇഞ്ചിൻ്റെ ബ്ലേഡ് കൊണ്ടാകുമ്പോഴാണ് ഇത്ര എളുപ്പമായിട്ട് വരുന്നത്. നമുക്ക് തന്നു വിട്ടേക്കുന്നത് സ്റ്റാറിൻ്റെ പൈപ്പാണ്. സ്റ്റാറിൻ്റെ CPVC ആണ് നമുക്ക് തന്നു വിട്ടേക്കുന്നത് 20 mm. അത് ഈ പൈപ്പിൽ തന്നെ എഴുതിയിട്ടുണ്ട്. അത് ക്ലാസ് 2 ആണ്, അതായത് 13.5 ആണ് അതിൻ്റെ CPR കൊടുത്തേക്കുന്നത്. 11 ബെറ്റർ. പക്ഷേ നമുക്ക് കിട്ടിയത് ഈ പൈപ്പാണ് കൊടുത്ത് വിട്ടിരുന്നത്. കസ്റ്റമർ വാങ്ങിക്കൊണ്ടുവന്ന ഇതാണ് സ്റ്റാറിൻ്റെ പൈപ്പും, അതേപോലെ സ്റ്റാറിൻ്റെ തന്നെ ഫിറ്റിങ്സുമാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. എല്ലാം CPVC ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതേപോലെ സ്റ്റാറിൻ്റെ തന്നെയാണ് സോൾവെൻറ്റ്, അതിൻ്റെ ഗമ്മും സ്റ്റാറിൻ്റെ തന്നെയാണ് നമ്മുടെ കയ്യിലുള്ളത്. സ്റ്റാർ ബോണ്ടിൻ്റെ CPVC സോൾവെൻ്റാണ് ഇത്. എല്ലാം സ്റ്റാറിൻ്റെ തന്നെയാണ് നമുക്ക് ഇതെടുത്തത്. ഇതുകൊണ്ടാണ് നമുക്ക് ഇതെല്ലാം ഒട്ടിക്കേണ്ടത്. നമ്മളിവിടെ യൂസ് ചെയ്യുന്നതിൽ മൊത്തം CPVC തന്നെയാണ്. PVC UPVC നമ്മൾ യൂസ് ചെയ്തിട്ടില്ല. അങ്ങനെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഫ്ലഷ് ടാങ്കിൻ്റെയും അതേപോലെ തന്നെ ഹെൽത്ത് ഫോസറ്റിൻ്റെയും സെറ്റ് ചെയ്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ CPVC ആണ് മൊത്തം യൂസ് ചെയ്യുന്നത്. ചൂടുവെള്ളം തണുത്തവെള്ളം എല്ലാം CPVCയുടെ ലൈൻ തന്നെയാണ് നമ്മൾ ഇടുന്നത്. കാരണം ലീക്കോ കാര്യങ്ങളോ ഇതുകൊണ്ട് വരത്തില്ല. UPVC ആണെങ്കിൽ കുറേ നാൾ കഴിയുമ്പോൾ ലീക്ക് ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ്. നമ്മൾ ബ്രാസ് റെഡ്യൂസർ വെച്ചേക്കുന്നത്, എൽബോ റെഡ്യൂസർ വെച്ചേക്കുന്നത് ഭിത്തിയിൽ നിന്നും 1/2 ഇഞ്ച് തെള്ളിയാണ്. കാരണം ഈ 1/2 ഇഞ്ച് തെള്ളി വെക്കാനുള്ള മെയിൻ കാരണം ടൈലും കൂടെ ഒട്ടിച്ച് കഴിയുമ്പോൾ കറക്റ്റ് നമുക്ക് ആ തൂക്ക് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തേക്കുന്നത്. കാരണം അങ്ങനെ ചെയ്തില്ലെങ്കിൽ നമ്മൾ പിന്നീട് നെബിൾ യൂസ് ചെയ്യേണ്ടി വരും. ഇത് ചൂടുവെള്ളത്തിൻ്റെയാണ്, അതായത് സോളാർ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ. അതുകൊണ്ട് ഹോൾ അടിച്ച് വെളിയിലോട്ട് ഇറക്കിയിട്ടേക്കുവാണ്. വെളിയിൽ കൂടെയാണ് അതിൻ്റെ ലൈൻ വരുന്നത്. ഇനി നമുക്കിവിടെ ഷവർ കോക്ക് നമുക്ക് സെറ്റ് ചെയ്യണം. ഷവർ കോക്ക് സെറ്റ് ചെയ്യണം. അതേപോലെ തന്നെ ഇവിടുന്ന് ഷവറിന് വേണ്ടി സെപ്പറേറ്റ് നമ്മൾ വെളിയിലോട്ട് ഹോൾ അടിച്ച് ഇറക്കിയേക്കുവാണ്. ബാക്കി 3 ലൈനുകൾ നമുക്ക് ഒറ്റ ലൈനിലാണ് നിൽക്കുന്നത്. ഷവർ കോക്ക് നമ്മൾ എടുത്തേക്കുന്നത് എംബ്രാൻഡിൻ്റെയാണ്. എംബ്രാൻഡിൻ്റെ ഷവർ കോക്കാണ് നമ്മൾ എടുത്തേക്കുന്നത്. വലിയ വിലയൊന്നും ഇല്ലെങ്കിൽ പോലും ഒരു 900-1000 രൂപ റേഞ്ചിൽ അടുപ്പിച്ച് വരും. ഇതിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ട് ടർബോ ന്യൂ കൺസീൽഡ് സ്റ്റോപ്പ് കോക്ക് 1400 രൂപയാണ് ഇതിൽ എഴുതിയേക്കുന്നത്. ഇതിൻ്റെ തന്നെ എംബ്രാൻഡിൻ്റെ തന്നെ ഒരു 600-700 റേഞ്ച് തൊട്ട് വരുന്നുണ്ട്. അപ്പം ഈ ടൈപ്പാണ് നമുക്ക് കൊടുത്ത് വിട്ടേക്കുന്നത്. ഇതിൽ തന്നെ ഷവർ കോക്കിൽ തന്നെ അതിൻ്റെ
പിന്നെ സിമ്പലും കൊടുത്തിട്ടുണ്ട്. അതായത് വെള്ളം ഏത് സൈഡിൽ നിന്ന് ഏത് സൈഡിലോട്ടാണ് പോകേണ്ടതെന്നുള്ളത് അപ്പ് ആൻഡ് ഡൗണും അതിൽ തന്നെ കാണിച്ചിട്ടുണ്ട്. പിന്നെ അവരുടെ ബ്രാൻഡിൻ്റെ പഞ്ചിങ്ങും അതിൽ തന്നെ ചെയ്തിട്ടുണ്ട്. നമ്മളിതിൻ്റെ അകത്ത് MT ആണ്, CPVCയുടെ MTയെ കോട്ടൺ വേസ്റ്റ് കൊണ്ട് ചുറ്റി ഷെല്ലാക്ക് അടിച്ചാണ് നമ്മൾ കയറ്റിയിടുന്നത്. അല്ലാതെ ത്രെഡിങ് ഇല്ലാത്തതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. നമ്മൾ ഷെല്ലാക്കാണ് ഉപയോഗിക്കുന്നത്. അതും കോട്ടൺ വേസ്റ്റ് ചുറ്റി ഷെല്ലാക്ക് ഉപയോഗിച്ചിട്ട് നമ്മൾ സെറ്റ് ചെയ്യത്തുള്ളൂ. അങ്ങനെ നമ്മൾ ഷവർ കോക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഡയറക്റ്റ് വെളിയിലോട്ട് ഷവറിന് വേണ്ടി സെപ്പറേറ്റ് ആണ് ഇട്ടേക്കുന്നത്. അങ്ങനെ നമ്മൾ ഷവർ കോക്കും കണക്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഷെല്ലാക്ക് അടിച്ചാണ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത്. അതേപോലെ അതിൻ്റെ ടോപ്പിൽ ബ്രാസ് എൽബോയും നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെ വേസ്റ്റ് കോട്ടൺ വേസ്റ്റ് MTയ്ക്കകത്ത് ചുറ്റി മെയിൽ അഡാപ്റ്ററിൻ്റെ അകത്ത് വേസ്റ്റ് കൊണ്ട് ചുറ്റി ഷെല്ലാക്ക് അടിച്ച് ആണ് നമ്മൾ കണക്ട് ചെയ്തേക്കുന്നത്. കാരണം ഷെല്ലാക്ക് അടിക്കാനുള്ള മെയിൻ കാരണം ലീക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളിപ്പം മേളിൽ വാട്ടർ ടാങ്കിൽ നിന്ന് തന്നെ നമ്മൾ ലൈൻ കയറ്റി കൊടുത്തിട്ടുണ്ട്, ചെക്ക് ചെയ്തുകൊണ്ട് യാതൊരു ലീക്കും ഇല്ല. അതുപോലെ തന്നെ ഈ ഷവർ കോക്ക് നമുക്ക് ഊരി വെക്കണം. ഇതിൻ്റെ ഹാൻഡിൽ നമുക്ക് ഊരി വെക്കണം. കാരണം ടൈൽ ഒട്ടിക്കാൻ നേരത്ത് അത് ബുദ്ധിമുട്ടായിട്ട് വരും. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ഊരി വെക്കുന്നത്. അതിനൊരു ചെറിയൊരു ടെസ്റ്ററോ അല്ലെങ്കിൽ ചെറിയ ഒരു സ്ക്രൂ ഡ്രൈവറോ എടുക്കുക. എന്നിട്ട് അതിൻ്റെ ടോപ്പിൽ ഇതുപോലെ പ്രസ് ചെയ്യുമ്പോൾ ഊരി വരും. അതിൻ്റെ അകത്തൊരു സ്ക്രൂ ഉണ്ട്. ആ സ്ക്രൂ അതെ ഈ കാണുന്നതാണ് സ്ക്രൂ. ഈ സ്ക്രൂ ഇതേപോലെ അഴിച്ചെടുത്തിട്ട് ഇതിൻ്റെ ഹാൻഡിലിൻ്റെ അകത്ത് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഊരി വരും. ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്താൽ അത് ഊരി വരും. എന്നിട്ട് ഇത് ലെഫ്റ്റ് സൈഡിലോട്ട് കറക്കിയാൽ അതിൻ്റെ ഹെഡ് നമുക്ക് അഴിച്ചെടുക്കാം. അതായത് അതിൻ്റെ കവർ അഴിച്ചെടുക്കാം. അങ്ങനെ അഴിച്ചെടുത്ത് മാറ്റി വെക്കണം. ഇത് കളയാൻ പാടില്ല, മാറ്റി വെക്കണം. കാരണം എന്നിട്ട് ഇതിൻ്റെ അകത്ത് വേണം നമുക്ക്, ഈ കാണുന്ന നീഡിലിൻ്റെ അകത്ത് വേണം നമുക്ക് ഇൻസുലേഷൻ ടേപ്പ് കൊണ്ട് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കവർ കൊണ്ട് ഇൻസുലേഷൻ ടേപ്പ് ചുറ്റി അടിച്ചു വെക്കാൻ. കാരണം സിമെൻറ്റ് വീഴാതിരിക്കാൻ, ടൈൽ ഒട്ടിക്കാൻ നേരത്ത് അതിൻ്റെ അകത്ത് ഗ്രൗട്ടും കാര്യങ്ങളും വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ ചുറ്റി വെക്കുന്നത്. ഇങ്ങനെ ചുറ്റി വെക്കണം. കാരണം ഇത് അഴിച്ചു വെച്ചില്ലെങ്കിൽ ടൈൽ ഒട്ടിക്കുമ്പോൾ അവർക്ക് വലിയ ബുദ്ധിമുട്ടാവും. കാരണം ടൈലിൻ്റെ പീസ് കറക്റ്റ് സെൻറ്ററായിട്ട് കട്ട് ചെയ്ത് അതിൻ്റെ അകത്ത് കയറ്റാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്ത് വെക്കുന്നത്. എന്നിട്ട് ഇതേപോലെ ഇൻസുലേഷൻ ടേപ്പ് ഒരു പ്ലാസ്റ്റിക് കവർ കൊണ്ട് ചുറ്റിയിട്ട് ഇൻസുലേഷൻ ടേപ്പ് നല്ല ടൈറ്റായിട്ട് അങ്ങ് അടിച്ചു വെക്കുക. അപ്പോൾ യാതൊരു വിഷയമില്ല. പിന്നെ ടൈൽ ഒട്ടിച്ചതിന് ശേഷം നമുക്കിത് ഊരിയെടുത്താൽ മതി. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വേസ്റ്റും അതേപോലെ ഷെല്ലാക്കും ചുറ്റിയാണ് നമ്മൾ സ്റ്റോപ്പ് കോക്ക് സെറ്റ് ചെയ്തേക്കുന്നത്. അങ്ങനെ ഈ ബാത്റൂമിലെ സെറ്റിങ് കഴിഞ്ഞു. അതായത് ഒരു ഷവർ, ഹെൽത്ത് വാഷ്, അതേപോലെ ഫ്ലഷ് ടാങ്ക്, ഒരു സോളാറിൻ്റെ ലൈന്, പിന്നെ ഒരു ടാപ്പ് എന്നിങ്ങനെ ഈ രീതിയിലാണ്, ഇത്രയും ലൈനുകളാണ് ഇതിൻ്റെ അകത്ത് നിന്ന് വരുന്നത്. ഒരു കോർണർ വാഷ് ബേസിനും വരുന്നുണ്ട്. നമ്മൾ മിക്സ്ഡ് ടാപ്പ് സെറ്റ് ചെയ്യുന്ന അതേ അളവിന് തന്നെയാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.